ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മുട്ട പൊറാട്ടൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഈ റെസിപ്പി പലരും പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 പൊറോട്ട വെച്ചിട്ടുള്ള മുട്ട പൊറോട്ടയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളിൻ്റെ പകുതി, ഒരു പച്ചമുളക്, പിന്നെ കുറച്ചധികം തന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ മുട്ട പൊറോട്ടയൊക്കെ സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുക, അല്ലെങ്കിൽ പാർസലായിട്ടൊക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കലാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് പൊറോട്ട ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഈ ഒരു മുട്ട പൊറോട്ട എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മുട്ട പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഒരു അപ്പച്ചട്ടി ആട്ടോ ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുതൽ കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ മിക്സാക്കി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മുട്ട അധികം വേവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പൊറോട്ട വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പൊറോട്ടയ്ക്ക് ഇപ്പോൾ ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പൊന്നും അല്ല കേട്ടോ. ഇനി നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. മുട്ടയിൽ നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് മുട്ട അത്യാവശ്യം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ പൊറോട്ട കുറച്ചൊന്ന് മുരിഞ്ഞും കൂടെ കിട്ടും. ഇനി ഏകദേശം ഒരു 1-2 മിനിറ്റ് അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു മുട്ട പൊറോട്ട ഉണ്ടാക്കുകയാണെങ്കിൽ 1-2 പേർക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ളതുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചധികം തന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാണ് ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി പൊറോട്ടയൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനിയിപ്പോൾ നമുക്ക് പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തി വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്